sir. Where are you? My camera is not working properly, sir. Move your camera a bit down. കൊടുക്കട്ടെ. Yes. What do you do? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. नमस्कार नमस्कार. ये छोड़ दो भाई, ये काम छोड़ दो, आपको अच्छी तरह से नहीं चलेगा, समझा? आपका लोकेशन मुझे मिला है, आपका एड्रेस मुझे मिला है, सब कुछ मुझे मिला है. ये साइबर सेल है भाई. क्या देखो, ये साइबर सेल है. സംഭവം എന്താണെന്ന് പറഞ്ഞു തരാം. ഒരുപാട് സ്കാമുകൾ നടക്കുന്ന കാലഘട്ടമാണിത്. അത്തരത്തിൽ ഈ തട്ടിപ്പ് വീരന്മാർ ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സ്കാമാണ് വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന സംഭവം. അതായത് ഒരാൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ ചെയ്യും. വീഡിയോ കോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മറുഭാഗത്ത് ഒരാളെ കാണാം. അയാളാണ് ഈ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനപ്പെട്ടയാൾ. ഇയാൾ ഒരു പോലീസിന്റെ യൂണിഫോം ഒക്കെ അണിഞ്ഞുകൊണ്ട് പിറകിൽ ഒരു ഓഫീസിന്റെ സെറ്റപ്പ് ഒക്കെ ഉള്ള രീതിയിലാണ് നിങ്ങളോട് ഈ വീഡിയോ കോളിൽ സംസാരിക്കുക. ശേഷം നിങ്ങളോട് പറയും, ഞാൻ മുംബൈ പോലീസിൽ നിന്നാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നും അതിനാൽ താങ്കളെ വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുമായിരിക്കും ഈ തട്ടിപ്പ് വീരന്മാർ നിങ്ങളോട് പറയുക. ഇത് കേട്ടപാടെ ആധാർ കാർഡ് എല്ലായിടത്തും കൊടുക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ആധാർ കാർഡ് ഏതെങ്കിലും ഒരു രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നതൊക്കെ അറിയാതെ, കൂടാതെ ഈ പോലീസുകാരനെ കാണുമ്പോഴുള്ള ഒരു പേടിയോടെ ഈ നമ്മളിൽ പല ആളുകളും പറയും, ഈ അറസ്റ്റ് ഒഴിവാക്കാൻ എന്താണ് വഴി? അപ്പോൾ അപ്പുറത്തിരിക്കുന്ന മുംബൈ പോലീസുകാരൻ എന്ന് പറയുന്ന ഈ തട്ടിപ്പ് വീരൻ പറയും, ഫൈൻ അടച്ചാൽ മതി, ഫൈൻ അടച്ചാൽ നിങ്ങൾക്ക് ഈ അറസ്റ്റ് ഒഴിവാക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഫൈനായി ചോദിക്കുന്ന തുക ഉയർന്ന തുകയായിരിക്കും. ഈ തുകയൊക്കെ കൊടുത്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്കറിയുക അത് മുംബൈ പോലീസ് ഒന്നുമല്ല, അതൊരു തട്ടിപ്പ് വീരന്മാരാണ്, നിങ്ങളുടെ പണം പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പണം വിദഗ്ധമായി അവർ കൈക്കലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് വീരൻ വെർച്വൽ അറസ്റ്റ് ചെയ്യാൻ വിളിച്ചത് തൃശ്ശൂർ സിറ്റി പോലീസിലെ സൈബർ ഉദ്യോഗസ്ഥനായ ഒരു പോലീസുകാരനെയാണ്. ആ പോലീസുകാരനെ ഈ മുംബൈ പോലീസാണെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് വീരൻ സംസാരിക്കുന്നു. ഈ സമയത്ത് പോലീസുകാരൻ അത് റെക്കോർഡ് ചെയ്യുകയും എൻ്റെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ പറയൂ എന്നൊക്കെ പറയുമ്പോൾ ഈ തട്ടിപ്പ് വീരൻ താങ്കളെ അറസ്റ്റ് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് പണം തട്ടാനുള്ള പരിപാടി നടത്തുമ്പോഴാണ് ഈ ഒറിജിനൽ പോലീസുകാരൻ തൻ്റെ ക്യാമറ ഓണാക്കി ഞാൻ ഒറിജിനൽ പോലീസുകാരനാണ് എന്ന് പറയുന്നത്. ഈ പോലീസുകാരനെ കാണുമ്പോൾ അല്ലെങ്കിൽ പോലീസുകാരനെ യൂണിഫോമിൽ കണ്ടതോടുകൂടി ഈ തട്ടിപ്പ് വീരൻ പേടിച്ച് ഭയന്ന് പിന്മാറുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.